അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജയ്പൂരിലെ തിരക്കേറിയ ടൗണുകളുടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും പന്നാപയ്യയുടെ കൂടെ, അതായത് ബൈക്ക് ലോജിക്കിൻ്റെ കൂടെയാണ്. എന്താ പറയുക, ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ വണ്ടിപ്രാന്തൻ്റെ വീഡിയോ തന്നെ കേട്ടോ. അതായത് നമ്മൾ ട്രാൻസിൻ്റെ ഷോറൂമിലോട്ട് പോവാണ്. ഭയങ്കര റഷാട്ടോ ടൗണ്, ഭയങ്കര റഷാണെന്ന് വിചാരിച്ചാൽ ഭയങ്കര റഷാണ്. ഒരു രക്ഷയില്ലാത്ത റഷാട്ടോ ടൗണ്. ഇതേപോലെ പുള്ളിക്കാരൻ്റെ കൂടെയാണ് പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിനി ട്രാൻസിൻ്റെ ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു. അതിനോ അങ്ങനെ നമ്മൾ ട്രാൻസിൻ്റെ ഷോറൂമിലോട്ട് പോവുകയാണ്. ഭയങ്കര തിരക്കുള്ള ടൗണുണ്ട്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുള്ള ടൗണാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ വണ്ടി പ്രാന്തന്മാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അത് ഞാൻ എൻ്റെ ബ്ലോഗിൽ ഉദ്ദേശിക്കുന്നത്, എനിക്ക് വണ്ടിയോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. വണ്ടി പ്രാന്തം അതുപോലെ ട്രാവൽ ബ്ലോഗ്സ്, ഇത് രണ്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള താല്പര്യമുള്ളത് ഈ വണ്ടി പ്രാന്തന്മാർ, വണ്ടിയും അതുപോലെ ഈ ട്രാവൽ ബ്ലോഗ്സാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് വിചാരിക്കും. ഞാനിങ്ങനെ സ്വന്തം വൈഫ് മറ്റേ അപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഇതാട്ടോ, യമാടെ വണ്ടിയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, യമാടെ ഭാഗത്ത് നോക്കി എനിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടല്ല. ജയ്പൂരിലായാലും വണ്ടി വാഷ് ചെയ്യാൻ പറഞ്ഞിട്ട് പോകും, ചെയ്തില്ല. ഷോർട്ടിൽ കാണിച്ചായിരുന്നു. സുസൂക്കിൻ്റെ ഷോറൂമിൽ നിന്നാണ് വണ്ടി വാഷ് ചെയ്ത് നമുക്ക് കാണുന്നത്. അതും പക്ക നീറ്റോടെ എല്ലാം കംപ്ലീറ്റ്, അതായത് വാഷിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വാഷ് ചെയ്ത് തന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. യമാടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ലെങ്കിലും. അത് ഗൈസ്, അങ്ങനെ നമ്മൾ ട്രാൻസിൻ്റെ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ട്രാൻസിൻ്റെ ഷോറൂം, അപ്പുറത്ത് കാണുന്ന ഓലയുടെ ഷോറൂം കേട്ടോ, ഡെബിഗോൺ ട്രാൻസിൻ്റെ ഷോറൂം. ഇത് BMC എന്ന് പറഞ്ഞ ബ്രാൻഡ് കേട്ടോ. ഇലക്ട്രിക് ബൈക്ക് ലെക്സസ്. ഈ ലെക്സസ് ലാൻഡ് ക്രൂസറിനെ കോപ്പി എടുത്തതാണ്. പക്ഷെ കാരണം അറിയില്ല ഗൈസ്. അങ്ങനെ ഇതേ ട്രാൻസിൻ്റെ സ്പീഡ് കൗണ്ടർ കണ്ടത് എനിക്ക് തോന്നുന്നതെല്ലാം സർവീസിന് വന്ന വണ്ടിയാവുന്നത്. ഇവിടെ ട്രാൻസിൻ്റെ ഒരു വേറെ വണ്ടി എടുക്കുന്നുണ്ട്. 1200 cc സാധനമാണ്. ഉണ്ട്, ഇത് ന്യൂ ബൈക്ക്, പുതിയ വണ്ടി കേട്ടോ. ഒരു ടൂറിങ് ബൈക്കാണത്. കേട്ടോ സ്പീഡ് കൗണ്ടർ. ട്രാൻസിൻ്റെ വേറെ വണ്ടി കാണാം. ഒരു കുഞ്ഞും വണ്ടി കേട്ടോ അല്ലേ. ഗൈസ്, നിങ്ങൾക്കിത് ഇവിടെ ട്രാംഫിൻ്റെ ടൈഗർ 900 ആണ്. നിങ്ങൾ ദിസ് വൺ ടൈഗർ 900. ഐ തിങ്ക് ദിസ് വൺ ഈസ് ഓൾസോ സെയിം. ദിസ് ഇസ് ടൈഗർ 850 സ്പോർട്സ് ടൂർ സെഗ്മെൻറ്റാണ്. എനിക്ക് റീസെൻ്റ്ലി കുറച്ചും കൂടി ഇഷ്ടം എഴുതിയ വണ്ടി കേട്ടോ. ഇവിടെ ഒരു സാധനമുണ്ട്, മഞ്ഞക്കിളി. ഇതേ ഈ കാണുന്ന പുള്ളിക്കാരൻ എടുത്ത വണ്ടി കേട്ടോ. ഈ സാധനം ട്രാൻസിൻ്റെ പുതിയ വണ്ടി കേട്ടോ. എല്ലാവരും ആ വണ്ടിയുടെ പൊതിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, ഇത് ട്രാൻസിൻ്റെ 650 cc സെഗ്മെൻ്റ് കേട്ടോ. ഇതിൻ്റെ ഏട്ടനായിട്ട് വരും 200 cc സാധനമാണ്. ആ കാണുന്നത് പുറത്ത് 2 കിടക്കുന്നത് കേട്ടോ. മുകളിൽ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഇതൊരു കുട്ടി വെർഷൻ കേട്ടോ. ഇത് ട്രാൻസിൻ്റെ ടൂറിങ് ബൈക്കിൽ ചെറിയ വണ്ടി. ഇത് അടിപൊളി ഷോറൂമാണ്. മേലെ കുറേ ആൾക്കാരുണ്ട്, പോയി നോക്കാം നമുക്ക് മേലേക്ക്. ഓക്കെ, അതായത് ഇത് ട്രാൻസിൻ്റെ 765 സ്ട്രീറ്റ് ട്രിപ്പിൾ RS നമ്മൾ ഇന്നലെ കണ്ടില്ല, ഒരു പഴയ വെർഷന്. അതിൻ്റെ പുതിയ വെർഷനാണ് നിങ്ങൾ ഈ കാണുന്ന സ്ട്രീറ്റ് ട്രിപ്പിൾ RSൻ്റെ 765 cc മോഡലാണ്. അതായത് 3 സിലിണ്ടർ ബൈക്കാണ്. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഞാൻ ഫോട്ടോസിലൊക്കെ കുറേ കണ്ടായിരുന്നു സാധനം, ഇൻസ്റ്റാഗ്രാമിലെല്ലാം. അതായത് 2024 ന്യൂ വെർഷൻ. മോനെ ഒരു രക്ഷയില്ല. എഴുതണ്ട, സ്ട്രീറ്റ് 765. ഒന്നു ഒരു മിസൈഡ് സാധനം തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. സത്യം പറയാൻ ലൈഫിൽ ഇങ്ങനെ സൂപ്പർ ബൈക്സൊക്കെ അടുത്തൊന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. രസം. ഇത് ഇവിടെ ട്രാംഫിൻ്റെ
അതുപോലെ ടൈഗർ 850 ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ആക്സസറീസ് ഉണ്ടോ, അലുമിനിയം കാരിയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഹൈറ്റൊക്കെ നോക്കിയേ, സീറ്റൊക്കെ പുട്ടുപോലെ ഇരിക്കുന്ന സാധനം. പക്ഷേ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്താ പറയുക, അതിനൊക്കെ ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രഞ്ചിൽ ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്, ഇതിന് ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്, ഇതിനെക്കാട്ടി കുറച്ച് വലിയ ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിന് വരുന്നത്. ഇതൊരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്ററാണ് സത്യം പറഞ്ഞാൽ അല്ലേ. ആ കളർ നോക്കിയേ, എല്ലോട് ആ ഒരു ഫിനിഷിങ് ഉണ്ടല്ലോ, കണ്ടോ, ഒരു തളക്കനെങ്കിൽ മനസ്സിലാവുന്നത് അറിയില്ല, ഒരു രക്ഷയില്ല. മോനതാണോ എൻ്റെ കുട്ടിക്കാണ്. ഐ തിങ്ക് ഇത് ടൈഗർ 900 ആണ് കാണുന്നത്, ട്രാംഫിൻ്റെ ടൈഗർ 900. ഓ മോനെ, മിസൈല് പോലത്തെ സാധനം. ഒന്ന് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ സൗണ്ട് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ വണ്ടിക്കാട്ടോ, സ്ട്രീറ്റ് ബൈക്കിനാണത്. ട്രാംഫിൻ്റെ ബേസ് വേരിയൻ്റ് വർക്ക് ക്ലാസ് ഒക്കെ അവിടെ കാണാൻ പറ്റും. ഐ തിങ്ക് ഈസ് ഓൺ ട്രാംഫിൻ്റെ മറ്റേ ഇതൊരു റോഡ്സ്റ്റർ ബൈക്കറാട്ടോ. സ്പീഡ് ട്വിൻ എഞ്ചിനാണ് ഇത് വരുന്നത്, സ്പീഡ് ട്വിൻ. ഇത് 1200cc എഞ്ചിനാണ് കേട്ടോ. ഐ തിങ്ക് ട്രാംഫിൻ്റെ ഒരു ഇതെല്ലാം മോഡൽ, സ്പീഡ് 400ഉം അതുപോലെ എല്ലാ മോഡൽ കൊടുക്കണം. എനിക്ക് ട്രാംഫിൻ്റെ കുറഞ്ഞ സീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാ, ഈ കളർ വേരിയൻ്റ് കേട്ടോ. ഓക്കെ, അതായത് സ്പീഡ് 400 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ട്രാംഫിൻ്റെ സീരീസിൽ കേട്ടോ. അത് എന്താ പറയുക, സ്പീഡ് 400 ഏകദേശം അതിൻ്റെ ഒരു ഏട്ടറാന്ന് പറയട്ടോ, ഏകദേശം 1200cc വണ്ടി കേട്ടോ ഈ കാണുന്നത്. ട്വിൻ സിലിണ്ടറാണ് ഗൈസ്, ക്ഷണമുണ്ടോ, 2 പുട്ടും കുറ്റി ഇരിക്കണുണ്ട്. ബാക്ക് നോക്കുമ്പോൾ ഒരു GT പോലെയൊക്കെ ഇല്ലേ, 2 പുട്ടും കുറ്റി ഇരിക്കണേ. This one is 1200cc? Yeah, okay. Yeah, okay. This one is dead. Exactly. That's the DNA of business. Yeah. മോനെ രക്ഷയില്ലട്ടാ, ചെറുത് അടിപൊളിയായിട്ട് വണ്ടി, റെഡ് കളർ, ഡബിൾ ഡിസ്ക് വരുന്നുണ്ട്. മോനെ സീന്. നമ്മൾ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോരെ. ജസ്റ്റ് ന്യൂട്രൽ പൊസിഷൻ, ക്ലച്ച് അപ്ലൈ, ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ട്. സത്യം പറഞ്ഞാൽ GTക്ക് നമ്മൾ എക്സ്ട്രാ മറ്റേ സൈലൻസർ കേട്ടില്ല, അതേപോലെ കേട്ടോ. എൻ്റെ മോനെ ഒരു രക്ഷയിലിട്ട് ഈ സാധനം. സത്യം പറഞ്ഞാൽ നമ്മൾ GTക്ക് എക്സ്ട്രാ എക്സോസ്റ്റ് കിട്ടില്ലേ, മറ്റേ റെട്രോസ്റ്റഡ് എക്സോസ്റ്റ് വരില്ലേ GTക്ക്, അതിൻ്റെ ആവശ്യമില്ല ഇതിന്. ഈ സ്റ്റോക്ക് എക്സോസിന് വൈകേസ് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാട്ടോ. ഏകദേശം 15 to 16 ലക്ഷം രൂപയുടെ വണ്ടി ആട്ടോ കാണാം. 1200cc സ്പീഡ് 400. ഇതിൻ്റെ 5 എടുക്കണം. ഇതാണ് അച്ഛൻ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ പാവപ്പെട്ടവർക്ക് യൂസ്ഫുള്ളായ വണ്ടി ഒന്ന് 2 വണ്ടി ആട്ടോ. ഏകദേശം അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടെന്ന് പറയുന്നത്. കസ്റ്റമേഴ്സൊക്കെ 30-35 ഒക്കെ കിട്ടുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോവൻ ഗിയറിലൊക്കെ 6th ഗിയറിൽ തന്നെ 40 km/h സ്പീഡിലൊക്കെ പോകാൻ പറ്റും. ഈ പറഞ്ഞ സാധനം നമുക്ക് കാല് കൂടി എത്തത്തില്ല കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത പേരും ഹൈറ്റാണ് ഗൈസ്. അപ്പോൾ താഴത്തൊരു വണ്ടി എന്താണ് നേരത്തെ കാണിച്ചത്, ട്രാൻസ് 650 കാണിച്ചല്ലോ, ടൈഗർ 650. അത് ചെറിയ വണ്ടി കേട്ടോ, വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഇതുണ്ടോ, ഇതൊരു കിങ്ങാണ്. ഇത് അതിൻ്റെ ഒരു കുഞ്ഞു വെർഷൻ ആട്ടോ, സോറി അതിൻ്റെ ഏട്ടൻ. ഇത് 850, ഇത് 850, ഇത് 800 കേട്ടോ. അതിൻ്റെ ഏട്ടനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു രക്ഷയില്ല. നമ്മൾ ട്രാംഫിൻ്റെ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ കണ്ടോ, ട്രാംഫിൻ്റെ സ്പീഡ് 400ഉം ഇവിടെ പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ച് കഴിഞ്ഞ് സർവീസിനൊന്നും വണ്ടിയാണെന്ന് അറിയത്തില്ല. ഇത് എനിക്ക് വേറെ ഏതോ ഒരു കമ്പനിയാണ്, ഇലക്ട്രിക് ബൈക്കോ എന്താണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോഴത്തെ തരാം ഓലയുടെ ഷോറൂം കൊടുക്കണം. ഓല മടലായ കഥ ആർക്കെങ്കിലും അറിയോ? നമ്മളെ ചെറുക്കന്മാരുത് കേട്ടോ. ദിസ് വൺ ഈസ് ടു ഇൻ മൈ ഗൈഡ്.
ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ കുറേ സൂപ്പർ ബൈക്സ് എല്ലാം കണ്ടു. ഒരുപാട് സന്തോഷം. സത്യം പറയുന്നതൊക്കെ നേരിട്ട് കാണാൻ നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ, സൂപ്പർ ബൈക്സ് ഒക്കെ കാണണം എന്നുള്ളത്. ഇന്നലെ നമ്മളൊരു വണ്ടി ഓടിച്ചായിരുന്നു, ഹയാബൂസ് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ഓടിച്ച മറ്റേതാട്ടോ അപ്പറിലൂടെ 457 ഉണ്ടല്ലോ, അത് ഓടിച്ചിട്ട് അടിപൊളി സാധനമാണ് കൈസ്. അപ്പോൾ ഇത് നമ്മളെ ചേർക്കത്തിട്ട് ഇവിടെ നമുക്ക് പിന്നെ ഒന്നുമില്ല. ഒരു 125cc കുട്ടി സാധനം, വണ്ടി ഉഷാറാണ്. നമ്മുടെ യാത്രയിൽ ആദ്യത്തെ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. നമ്മളെ ബൈക്ക് ലോഞ്ച് ടീമിൻ്റെ വക. അതെ, എനിക്കും ഇർഷാദൊക്കെയും ഇതേ പന്നാസി. സത്യം പറഞ്ഞത് ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി ഞാൻ കാണിക്കുകയല്ല. ഇപ്പോൾ അദ്ദേഹം ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് തന്നൊരു സംഭവമാണ്. ഞങ്ങൾക്ക് ഇർഷാദിനും എനിക്കും രണ്ടാൾക്കും ഒരു നല്ലൊരു അടിപൊളി ജാക്കറ്റ്, അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടൊരു ജാക്കറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫോർ ദിസ് വൺ ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ ട്രാവലിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ടൈം വളരെയധികം സന്തോഷമുണ്ട്. ഇതേ little bit heavy, but while you're riding, it will pass air with the flow, so you will not find humidity, but still it will protect you for the safer on the safety on the ഓക്കെ. say communication. 3 ദിവസം ഏകദേശം 3 പകൽ ഏകദേശം 2 രാത്രിക്കടുത്ത് ഞങ്ങളുടെ ഈ കാണുന്ന ബൈക്ക് ലോഞ്ച് ടീമിൻ്റെ അടുത്താടുന്നത്. ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ നല്ല സപ്പോർട്ടാണ്. എനിക്ക് തീർച്ചയായിട്ടും നല്ല അടിപൊളി കോട്ടും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. Okay, brother. Meet you soon. See you. Bye bye. Yes. Okay, brother. Meet you soon. Thank you for support. Yeah, I have written much for visit here. Sure. Where is your Punna bhai? Give us a little bit, one more chance to ride. Bro. Connect. More premium Surely, I return come to you for here. Sure. Surely. Meet you soonest. Be safe. Ride Meet safe, you bro. soonest. Ride safe and be aware. Okay. Always. Yeah. Brothers, see you again. Yeah, see you again. Okay. Thank you for your support. Black Machine. Bye bye. Bye. See you. Bye, bro. എന്താ പറയേണ്ടത് എനിക്ക് പോലും അറിയത്തില്ല. ബാക്ക് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അയ്യോ, പുള്ളിക്കാരൻ പറഞ്ഞത് സൗത്ത് ഇന്ത്യ തന്നെ ബൈക്ക് റൈഡേഴ്സ് ആര് വന്നാലും പുള്ളിക്കാരൻ എന്തെങ്കിലും പറ്റുന്ന എന്താണ് നിങ്ങൾ ചോദിക്കുന്ന സഹായം എന്താണ് പുള്ളിക്കാരന് പറ്റുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. അത്രയും ഹെൽപ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നി. അത് അധികാരം പറഞ്ഞു കേട്ടോ. എന്താ ചെയ്യാൻ. ആ ഒരു ഗേറ്റ് നോക്കിയേ. പിങ്ക് സിറ്റി എന്ന് പറയുന്നതാണ് കാശ്മീരിലെ രാജസ്ഥാനിലെ പിങ്ക് സിറ്റിയാ? ഇതാട്ടെ രാജസ്ഥാനിലെ പിങ്ക് സിറ്റി എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന സംഭവമാണത്. ഒരു പിങ്ക് ടൗണാട്ടോ. ചായക്കട നിർത്താം കേട്ടോ. അതായത് ഇതിപ്പോൾ ഇവിടെ നിൽക്കണേ ഈ റോഡ് ഇതാ. ഇവിടെ നിന്ന് നേരെ പോവാ. അപ്പോൾ ഈ ഗേറ്റ് കടക്കണം തോന്നുന്നുണ്ട് അല്ലേ? ഇങ്ങോട്ടാണോ? ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോയി ഇവിടെ റോഡ് കാണിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ പോയി ഇരിക്കുക. ടച്ച് ചെയ്താൽ അല്ലാതെ വേറെ ഇല്ല. അത് വേറെ റോഡാണ്. ഇങ്ങനെ പോവാ. ഇവിടുന്ന് തിരിഞ്ഞിട്ടതാ
ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇവിടുന്ന് റൈറ്റ് പിന്നെ റൈറ്റ്. ആദ്യത്തെ റൈറ്റ് അല്ല കേട്ടോ, കാരണം ഇവിടെ നീല വേറെ കളറാണ് കാണുന്നത്. നോക്കണം റൈറ്റ് കറക്റ്റ്. ഈ റെഡാ, ഈ റെഡ് കാണാൻ ബ്ലോക്ക് ആയിട്ട് കാണിക്കുകയാണ്. ഭയങ്കര ബ്ലോക്കാണ് റോഡിൽ. പത്ത് വിടും. केरला से आ रहा हूँ अब की रवानगी कहाँ जाऊँगा? ഓസ്ട്രേലിയ. ഞാൻ മോനെ ഒരു രക്ഷയില്ല. പിങ്ക് സിറ്റി എന്ന് പറഞ്ഞറിയപ്പെടുന്ന രാജസ്ഥാനിലെ ഒരു മെയിൻ സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓ മോനെ സീൻ തിരക്കാന്ന് അറിയോ? ചുറ്റു ഓട്ടോ സിസ്റ്റം പോലെ ഉണ്ട് ഈ പോകുന്ന സാധനം. सरकार कुछ देगी क्या? कुछ इनाम പുള്ളിക്കാരനാണ് സന്തോഷം. ഈ കാണുന്നേട്ടാ പുള്ളിക്കാരൻ്റെ കടയാണ് ഈ കാണുന്നത്. പിങ്ക് സിറ്റി കേട്ടിന്നാണ് തറ കാണുന്നത്. പുള്ളിക്കാരൻ വീട്ടിലെടുക്കാൻ കട. പുള്ളിക്കാരൻ വീട്ടിലെടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പം സന്തോഷം, നമ്മളെ സന്തോഷം. അതായത് പിങ്ക് സിറ്റി നമ്മൾ പോവാണേ. ഓക്കെ ബൈ. അവരുടെ യാത്ര നമ്മൾ പോകട്ടെ. ഈ റോഡാണോ ഈ വഴിയാണോ ഒരു ഐഡിയ ഇല്ല ബൈ. ആകെക്കൂടിത്തും കച്ചറ പോലെ കച്ചറ പോലെ ഒരു രക്ഷിക്കാത്ത തിരക്കാണ് ഇവിടെ. അതാണ് മെയിൻ പ്രശ്നം. ഇതാണ് പിങ്ക് സിറ്റിയുടെ ഓരോ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണേണ്ടത്. കുഞ്ഞു എന്നെ തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്ക്, പെരുന്തിരക്കെന്ന് അറിയില്ലേ ആ സംഭവം. ഇവിടുന്ന് യോടുന്നാണ് യോടൊക്കെ തിരിയാനുള്ളത് ഒരു ഐഡിയ ഇല്ലല്ലോ. ആകെക്കൂടി ബ്ലോക്കും ഒച്ചപ്പാടും ബഹളവും ഗൂഗിൾ മാപ്പ് നോക്കാൻ സമയമില്ല. അതാണ് വിഷയം. കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഇലക്ട്രിക്കിൻ്റെ വണ്ടി ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ചറ പറയാൻ നോക്കിയാൽ. ഇതാണ് ഇവിടെ ഏക സാധനം കേട്ടോ, ഇലക്ട്രിക് ടുട്ടു വണ്ടി എന്നൊക്കെ പറയും ഇവിടെ. റോഡ് ഭയങ്കര റഷാണ്. അതുപോലെ റോഡ് പല റോഡൊക്കെ അങ്ങോട്ട് പോകുന്ന റോഡാണ് നിങ്ങൾ കാണണ്ട. അവിടെ 2 വരി, പിന്നെ സസ്പെൻഡ് ചെയ്ത് ഇവിടെ 2 വരി, അവിടുന്ന് ഇങ്ങോട്ട് മൊത്തം 4 വരി കേട്ടോ വൺ സൈഡ്. പിന്നെ ആ കൂടി കിളി വേറെ കൊടുക്കാം കേട്ടോ. ഗൂഗിൾ മാപ്പ് നോക്കി പിരാന്തോ. ഗൂഗിൾ മാപ്പൊക്കെ നോക്കാൻ പറ്റും, പക്ഷേ ഇതാണ് അതിൻ്റെ മൊബൈൽ ഓർഡർ എടുക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ 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 അടിച്ചാൽ അതിലിപ്പോൾ ഏതാ റോഡ് കൊടുത്തത്. അയ്യോ ഇതിട്ട് ഇവിടെ ഇതൊക്കെ നമ്മുടെ നാട്ടില് ഓട്ടോറിക്ഷ ഓടുന്ന പോലെ ആയിട്ട് ഇവിടെ ഈ ഓരോ വണ്ടികൾ ഓടുന്നത്. ആ ജീപ്പിൻ്റെ പുറത്ത് നോക്കി ഒരു നിന്ന് പോണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. പഞ്ചാബ് ഞാൻ ഇപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കട്ടെ കണ്ടോ. ആക്ച്വലി ഇത് കർമ്മത്തിയുടെ ജ്യൂസാണ്. കർമ്മത്തില്ലേ 40 ഉറുപ്പിയുടെ ഒരു ഗ്ലാസ്സിന്, കുഴപ്പമില്ല, സാധനം രസമുണ്ട് കേട്ടോ. പക്ഷേ കർമ്മത്തി ജ്യൂസ് ചുവപ്പ് കളറാട്ടോ സംഭവം നിൽക്കണേ കണ്ടോ, എന്താണെന്നറിയില്ല. സെക്കൻഡ് ഐ ഫ്രം കേരള. नेपाल जाना है, ऑल इंडिया नेपाल. अभी जयपुर एंटर हुए या वापस निकल then going 2 days Jaipur. अभी कहाँ जा रहे हैं? Next is Punjab. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഈ വെള്ളം പുറത്തുനിന്ന് ഒരിക്കലും വെള്ളം കുടിക്കരുത്. ഏറ്റവും മിനറൽ വാട്ടർ കേടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടുത്തെ ഏറ്റവും പുറം നിങ്ങൾ കേരളം, കർണാടക, മഹാരാഷ്ട്രയിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഈ പറഞ്ഞ മിനറൽ വാട്ടർ യൂസ് ചെയ്യണം കേട്ടോ. ഏറ്റവും നല്ലത് പുറത്തുനിന്ന് ഒരിക്കലും വെള്ളം കുടിക്കരുത്. ഇവിടുത്തെ രാജസ്ഥാനിലെ വെള്ളം കുടിക്കാൻ തന്നെ പറ്റത്തില്ല, കാരണം വെച്ചാൽ ഭയങ്കര കട്ടിയുമാണ്, പിന്നെ ഉപ്പിൻ്റെ ചെറിയൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അതായത് ചിലപ്പോൾ നമുക്ക് ബോഡിക്ക് ചിലപ്പോൾ പിടിച്ചാന്ന് വരും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ മഹാരാഷ്ട്ര, ഐ തിങ്ക് രാജസ്ഥാൻ, ഈ ഭാഗത്തൊക്കെ വരുന്നവർ ഏറ്റവും നല്ലത് ഇതേപോലത്തെ മിനറൽ വാട്ടർ വാങ്ങണം കേട്ടോ. ഇതിൽ വേറെ ഓപ്ഷൻ ഇല്ല, എങ്കിൽ നമുക്ക് വയറിന് പിടിക്കത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, അതുകൊണ്ടാട്ടോ നമ്മൾ ഈ മിനറൽ വാട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ അടിച്ച് വേണ്ടി ചെയ്യാണ്. ഓവർ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ അവിടെ ആൾക്കാർ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഗൈസ്
ഞാനിപ്പോൾ ഉള്ളത് നമ്മളിനി പഞ്ചാബിലോട്ട് പോകുന്ന ഏകദേശം ഇപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ അവിടുന്ന് ജയ്പൂരിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 10-70 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതായത് നല്ലൊരു മന്ദിരിൻ്റെ ഒരു ഏരിയ കേട്ടത്. അതായത് ഇതുപോലത്തെ ഓരോ മന്ദിരിൽ അവിടെ ഒരു വലിയൊരു മന്ദിരുണ്ട്. ആ മന്ദിരിലോട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ചെറിയ മന്ദിരിൻ്റെ ബാക്കിലൊരു ചെറിയൊരു ഇതേപോലെ ആളുകൾക്ക് യാത്രക്കാർക്ക് വരാൻ എടുക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് കേട്ടോ. ഉണ്ട് അവിടെ ഫാനും കാര്യങ്ങളും ചാർജിങ്ങും വെള്ളത്തിൻ്റെ സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഫുൾ വണ്ടി, ബൈക്ക് അതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കണേ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് പുതിയ ആളുകൾക്ക് കാണുന്ന ജസ്റ്റും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈറ്റ് മച്ചാൻ. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.